അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് യാസീൻ 10 ആയത്ത് വരെ നമ്മൾ ഓതി തജ്വീദ് പഠിച്ചു അല്ലേ? ഇൻഷാ അല്ലാഹ് 11ാമത്തെ ആയത്ത് മുതൽ ഒന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ തുൻദിറു മനിത്തബഅ الذിക്റ വഖശിയർ റഹ്മാന ബിൽ ഗൈബ് فبشره بمغفرة وأجر كريم. തജ്വീദ് നിയമം ഒന്ന് നോക്കാട്ടോ. ഇന്നമ നൂൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, നന്നായിട്ട് മണിച്ചു കൊടുക്കണം അല്ലേ? ഇന്ന. ഓക്കെ. മ മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. ഇന്നമ തുൻദിറു നൂൻ്റെ മുകളിൽ സുക്കൂനൊന്നുമില്ല, അപ്പം നമ്മൾ തുൻദിറു എന്ന് ഓതൂല, തുൻദിറു. ഓക്കെ. മനിത്തബ മനിത്തബ ഇവിടെ ഹംസത്തുൽ വസ്ലിന് ശബ്ദമില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കൂട്ടിച്ചേർത്ത് ജോയിൻ ആക്കി ഓതും. മനിത്ത നിത്ത നൂനിൽ നിന്ന് നേരെ തയിലേക്ക് പോയില്ലേ? ഓക്കെ. താക്ക് ശ്രദ്ധയുണ്ട് കേട്ടോ, ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കണേ. മനിത്തബ ആ അതിനെ ശ്രദ്ധിച്ച് ഓതുക കേട്ടോ. ആ ദാലിന് ശ്രദ്ധയുണ്ട്, ഒന്ന് ദാലിനെ കനപ്പിച്ച് ഓതി കൊടുക്കണേ. ദിക് ദിക് കാഫിന് സുക്കൂനുണ്ട്, ഹഫ് സുക്കൂൻ കൊടുത്താൽ മതി. ദിക്റ എന്ന് ഓതരുത്, ദിക്റ ദിക്റ. ഓക്കെ. ദിക്റ റ. വഖശിയ വഖശിയ വ ചുണ്ടിനെ കുറിപ്പിച്ച് വെച്ചിട്ട് വേണം ഓതാനായിട്ട് കേട്ടോ. വഖശിയ റഹ്മാന. ഇവിടെ ഹംസത്തുൽ വസ്ലിന് ശബ്ദമല്ലല്ലോ, അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഖശിയ യനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, റയിലേക്ക് കൊണ്ടുവന്നു അല്ലേ? ഓക്കെ. ഖശിയ ഇനി ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുക കേട്ടോ. റഹ്മാന റഹ് ഹന് സുക്കൂനുണ്ട്, റഹ് ഫുള്ള് സുക്കൂന് കൊടുക്കരുത്, ഹാഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ. റഹ് റഹ് റഹ്മാന ബിൽ ഗൈബ്. നമ്മളിവിടെ ബഇൻ്റെ കൂടെ നോക്കൂ, ഹംസത്തുൽ വസ്ല് ബഇൻ്റെ കൂടെ വന്നിട്ടുണ്ട് അല്ലേ? നമ്മളവിടെ എന്ത് ചെയ്യണം? ഇപ്പോഴും അവിടെ എന്ത് ചെയ്യുക ചെയ്യുന്നത്? കൂട്ടി ഓതി പോവുക ചെയ്യുന്നത്. അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. കൂട്ടി ചേർത്ത് ഓതി പോവുക. ബിൽ ബിൽ. ഓക്കെ. ബിൽ ഗൈബ്. നമ്മൾക്ക് ഇവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ? നിർത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, സുല ഉണ്ട് അവിടെ. നമുക്കവിടെ നിർത്തി ഓതാം, വലിയ ആയത്തല്ലേ, അപ്പം നമുക്ക് നിർത്തി ഓതാവുന്നതാണ്. കൂട്ടി ചേർത്ത് ഓതാം കേട്ടോ. കൂട്ടി ചേർത്ത് ഓതി പോകുമ്പോൾ എങ്ങനെ ഓതും? ബിൽ ഗൈബി ഫബശ്ശിർഹു അങ്ങനെ ഓതും കേട്ടോ. നമ്മൾ നിർത്തുകയാണെങ്കിൽ ബിൽ ഗൈബ് അവിടെ നമ്മൾ ഒന്ന് വളരെ ലഘുവാക്കിക്കൊണ്ട് നമ്മളവിടെ ഗൈബ് എന്ന് രണ്ടനക്കം നീട്ടിയിട്ട് വേണം നിർത്താനായിട്ട്. കാരണം ഇവിടെ യാഇൻ്റെ മുകളിൽ സുക്കൂന് നമുക്ക് കാണുന്നുണ്ട് അല്ലേ? യാഇൻ്റെ മുകളിലും വാവിൻ്റെ മുകളിലും സുക്കൂന് വരുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? വളരെ ലഘുവാക്കിക്കൊണ്ട് രണ്ടനക്കം നീട്ടി ഓതി നിർത്തണം. ഇതിന് ഒരു നിയമം പറയും, മദ് ലീൻ എന്നാണ് പറയുക. ലീൻ വളരെ സോഫ്റ്റ് ആയിക്കൊണ്ട് എന്ത് ചെയ്യുക? മയമായിക്കൊണ്ട് രണ്ട് ഹറക്കത്ത് നീട്ടി ഓതി നിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മളിവിടെ നിർത്തുകയാണെങ്കിൽ ഗൈബ് ബഇന് സുക്കൂന് വരുമ്പോൾ കറക്റ്റ് ഫുൾ സുക്കൂന് കൊടുക്കുന്നു നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഗൈബ് ബ് എന്ന് പറഞ്ഞ് നിർത്തണം കേട്ടോ. ഫുള്ള് സുക്കൂന് കൊടുത്ത് നിർത്തണേ. ഫബശ്ശിർഹു ഫബശ്ശിർഹു ഷിന് ശ്രദ്ധയുണ്ട്, അപ്പോൾ ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുക കേട്ടോ. ഫബശ്ശിർ നമ്മൾ പറഞ്ഞതാ അല്ലേ? സുക്കൂനുള്ള റൊഇൻ്റെ മുമ്പുള്ള ലെറ്ററിന് കെസ്റയാണെങ്കിൽ റൊഇൻ്റെ ശബ്ദം മാറി, അവിടെ റ് എന്നുള്ളത് എന്തായി? ര് എന്നായി. ഫബശ്ശിർ. ഓക്കെ. ഫബശ്ശിർഹു ബിമഗ്ഫിറതിൻ ഇവിടെ ഗൈനാണ്, അവിടെ ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. ബിമഗ്ഫിറതിൻ വഅജ്രിൻ വഅജ് ജീമിന് സുക്കൂനുണ്ട്, ജീമിന് ഫുൾ സുക്കൂന് കൊടുക്കുക കേട്ടോ. വഅജ്രിൻ കരീം നീട്ടി ഓതി നിർത്തണം കേട്ടോ. ഓക്കെ. 12ാമത്തെ ആയത്ത്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത
ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. തജ്വീദ് നിയമം നോക്കാം കേട്ടോ. ഇന്ന നൂനിന് ശബ്ദമുണ്ട്, രണ്ടനക്കം നീട്ടി കൊടുക്കാനുള്ള മദ്ദും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഇന്ന രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക, മണിക്കുകയും ചെയ്യാം കേട്ടോ. നഹ്നു നഹ്നു എന്ന് ഓതരുത് കേട്ടോ. നഹ്നു ഹന് സുക്കൂന് വരുമ്പോൾ ഹഫ് സുക്കൂന് കൊടുത്താൽ മതി. നഹ് നഹ്. ഓക്കെ. നഹ്നു നുഹിൽ മൗത്ത. ഇവിടെയും ഹന് സുക്കൂന് വന്നാൽ നുഹ് നുഹ് അത്രയും മതി കേട്ടോ. നുഹിൽ. ഇവിടെ നമ്മൾ യനെ ലാമിലേക്ക് കൊണ്ടുവന്ന് ജോയിൻ ആക്കി ഓതി അല്ലേ. നുഹിൽ മൗത്ത. മൗത്ത താൻ്റെ ഉള്ളിൽ ഒരു അലിഫ് ഉണ്ട് അല്ലേ. അവിടെ രണ്ട് അനക്ക് നീട്ടി കൊടുക്കണം കേട്ടോ. മൗത്ത വനക്തുബു. വനക് കാഫിന് സുക്കൂനുണ്ട്, ഇവിടെ ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. വനക്തുബു. മാ ഖദ്ദമു. മാൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ. രണ്ടനക്ക് നീട്ടി കൊടുക്കണം കേട്ടോ. നീട്ടി കൊടുത്ത് ഓതുക കേട്ടോ. മാ ഖദ്ദമു. ദാലിൻ്റെ മുകളിൽ ശബ്ദമുണ്ട്, എന്ത് ചെയ്യുക? ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുക. ഖദ്ദ. ഓക്കെ. ഖദ്ദമു. മീമിൻ്റെ കൂടെ വാവ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി കൊടുക്കുക. ഇത് ഇവിടുത്തെ അതേപോലെ രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. ഖദ്ദമു വആസറഹും. ഹംസ കഴിഞ്ഞിട്ട് അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. ഇവിടെയൊക്കെ അങ്ങനെ തന്നെ രണ്ടനക്കം നീട്ടി കൊടുക്കുക. വആസറഹും. ഓക്കെ. ഇവിടെ നമുക്ക് നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. ജീമു വന്നാൽ നമുക്ക് അവിടെ നിർത്താം. വലിയ ആയത്തായതിനാൽ നമുക്ക് നിർത്തേണ്ടി വരും, ശ്വാസത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും അല്ലേ. ഇനി കൂട്ടിച്ചേർത്ത് ഓതി പോവുകയാണെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതി പോവുകയും ചെയ്യാം. വആസറഹും വകുല്ല ഷൈഇൻ എന്നിങ്ങനെ പറഞ്ഞ് ഊട്ടി ഓതി പോവാവുന്നതാണ് കേട്ടോ. വആസറഹും വകുല്ല. ലാമിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, കനപ്പിച്ച് ഓതി കൊടുക്കുക കേട്ടോ. വകുല്ല ഷൈഇൻ. ഷൈഇൻ ഹംസേൻ്റെ അടിയിൽ രണ്ട് കെസ്റായി ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് അല്ലേ. രണ്ട് കെസ്റായി ഒരുമിച്ച്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വളരെ വ്യക്തമായിക്കൊണ്ട് ഷൈഇൻ എന്ന് തന്നെ ഇൻ എന്ന് വ്യക്തമായിട്ട് ഓതി കൊടുക്കുക കേട്ടോ. അഹ്സൈനാഹു. അഹ്സൈനാഹു. എൻ്റെ മുകളിൽ സുക്കൂനുണ്ട്, ഹഫ് സുക്കൂൻ കൊടുക്കുക കേട്ടോ. സ്വാദ്. അപ്പോൾ ഉയർത്തി പറയേണ്ട ലെറ്ററാണ് സ്വാദ്. സ്വാദ്. ഓക്കെ. അഹ്സൈനാഹു ഫീ. നോക്കൂ, ഇവിടെ ഒരു പദത്തിൽ മദ് വന്നിട്ടുണ്ട്, മദ്ദക്ഷരം വന്നിട്ടുണ്ട്, മറ്റൊരു പദത്തിൽ ഹംസ വന്നു അല്ലേ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നീട്ടി ദീർഘിപ്പിച്ചോതൽ? 2 മുതൽ 4 ഹരക്കത്ത് വരെ നീട്ടി ഓതി നിർത്താം. നീട്ടി ഓതാം. നിർത്താൻ പാടില്ല കേട്ടോ. നിർത്താം എന്നല്ല, നീട്ടി ഓതാം. ഓക്കെ. അപ്പോൾ ഫീ ഇമാമിൻ മുബീൻ. ഫീ എന്ന് പറയുമ്പോൾ ഇവിടെ 2 മുതൽ 4 ഹരക്കത്ത് വരെ നീട്ടി ഓതാവുന്നതാണ് കേട്ടോ. ഒറ്റപ്പദത്തിലല്ല വന്നിട്ടുള്ളത്, 2 പദങ്ങളിലായിക്കൊണ്ട് ഒരു പദത്തിൽ മദ് വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ എങ്ങനെ 2 മുതൽ 4 ഹരക്കത്ത് വരെ നീട്ടി ഓതുക കേട്ടോ. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2 അനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. ഇമാമിമ്മു. തെൻവീനു ശേഷം മീമു വന്നാൽ നമ്മൾ പറഞ്ഞതാണ് മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം എന്നല്ലേ. മിമ്മബീൻ. നീട്ടി ഓതി നിർത്തി കൊടുക്കുക കേട്ടോ. ഓക്കെ. ഇൻഷാ അല്ലാഹ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.